കഴിഞ്ഞ ഒരാഴ്ച അവസാനിക്കുമ്പോഴേക്കും അനീഷ് എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് അത് മാറി ജിസേലും അനുമോളും ആ ഒരു സ്ഥാനം ഏറ്റെടുത്തു. ഒരു നല്ല ഗെയിമർ എന്ന കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഇപ്പൊ ഏറ്റവും നല്ലൊരു റീച്ച് കിട്ടുന്ന ഒരു കോണ്ടന്റ് എന്ന് നോക്കുവാണെങ്കിൽ അനുമോളും ജിസേലുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് കളിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരെല്ലാവരും ഈ രണ്ട് വ്യക്തികളെ ഫോക്കസ് ചെയ്ത് ഇപ്പൊ രണ്ട് ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. ഒന്ന് അനുമോളിന്റെ ഗ്രൂപ്പ്, ഒന്ന് ജിസേലിന്റെ ഗ്രൂപ്പ്. അതിൽ അനുമോളിന് ആ കൂടി കുറച്ചു പേരേ ഉള്ളൂ അനുമോളിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന. പക്ഷെ ഇതിനിടയിൽ മുങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് അനീഷ്. അനീഷ് അങ്ങനെ മുങ്ങിപ്പോകേണ്ട ആളല്ല എന്തായാലും. കാരണം ബിഗ് ബോസ് ഈ ഒരു സീസൺ തുടങ്ങിയ സമയം തൊട്ടേ അനീഷാണ് ഈ ഒരു സീസണെ ഒന്ന് സീസണാക്കി മാറ്റിയത്, ആ ഒരു ഗെയിം സ്പിരിറ്റിലേക്ക് എത്തിച്ചത്. ഇനി ലാലേട്ടൻ അനീഷിന് കൊടുത്ത കുറച്ച് അഡ്വൈസുകളാണ് ഞാൻ പറയുന്നത്. അതായത് അനീഷിനെ ആദ്യത്തെ ആഴ്ച ഒന്നും അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. പകരം അനീഷിന്റെ അടുത്ത് ഒരു നോർമൽ ടോക്കേ ഉണ്ടായിരുന്നുള്ളൂ. അനീഷിനെ നന്നായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഈ സീസണിലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ കണ്ടൊരു കാര്യം, അബിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു താക്കീത് നൽകി. അതനുസരിച്ച് അബി ഈ ഒരാഴ്ച ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ചേഞ്ച് ചെയ്ത കാര്യത്തിൽ ലാലേട്ടൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി ഹ്യൂമാനിറ്റി വന്നു. അതായത് എല്ലാവരെയും കേൾക്കുന്ന ലെവലിലേക്ക്, ചുമ്മാ കിടന്ന് ബഹളം വെക്കാത്ത ലെവലിലേക്ക് അബി മാറി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസും മോഹൻലാലും ഒക്കെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ദുർഗുണ പരിഹാര പാഠശാല എന്ന ലെവലിലേക്കാണോ? ഒരു ദിവസം അത് നെവിൻ അവിടെ പറയുകയും ചെയ്തിരുന്നു. ബിഗ് ബോസ് ഒരു ടാസ്ക് ഇങ്ങനെ തരുന്നത് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ നല്ലതാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ നെവിൻ അവിടെ പറഞ്ഞു. അപ്പൊ അനീഷിന്റെ അടുത്ത് ലാലേട്ടൻ പറയുന്നത് എന്തായാലും ഒരു കോമണറായിട്ട് വന്ന വ്യക്തിയാണ്, എല്ലാ ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ നിങ്ങൾ എടുത്ത സ്ട്രാറ്റജി ആണോ, ഒരു ഗെയിം സ്ട്രാറ്റജി ആണോ ഇത്? അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ വിൻ ചെയ്തിട്ടുള്ള അഖിൽ മാരാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സാബു ഇപ്പോൾ എങ്ങനെയാണ്? പിന്നെ പറഞ്ഞ ഒരു വാക്ക്, ഒരു പേര്, അത് റോബിനെയോ അതുപോലെ ദിൽഷയോ പറയാതെ, ആ സീസണിലെ വിജയ് ദിൽഷയായിരുന്നു, ആ സീസണിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ വ്യക്തി റോബിനായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും പേര് പറയാതെ ആ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പേര് റിയാസ് ആയിരുന്നു. അപ്പോൾ റിയാസ് സലീമിന്റെ പേര് എന്തിനു പറഞ്ഞു? അത് നിങ്ങൾ ഓർക്കണം. അതായത് ബിഗ് ബോസിൽ ഒരു ടോക്സിക് സീസൺ എന്ന രീതിയിൽ അറിയപ്പെട്ട ഒരു സീസൺ കൂടിയായിരുന്നു ഈ ഡോക്ടർ റോബിനും ദിൽഷയും ഒക്കെ വന്നിട്ടുള്ള സീസൺ 4. അപ്പോൾ ആ വ്യക്തിയെ പോലെ ആകരുത് എന്ന് ഇൻഡയറക്ട്ലി ലാലേട്ടൻ പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം പറയാമായിരുന്നു ദിൽഷ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ. ഇപ്പൊ ദിൽഷയുടെ പേര് പറയണം എന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഒരു ഹീറോ മെറ്റീരിയൽ ആയില്ല. പകരം ഡോക്ടർ റോബിൻ ആണ് ആ സീസണിലെ ഹീറോ മെറ്റീരിയൽ ആയി വന്നത്. പക്ഷെ ഒരു തരത്തിലുള്ള ഒരു ടോക്സിസിറ്റി റോബിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷവും ഭയങ്കരമായിട്ടൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു അലറി വിളിക്കലും ബഹളവും. അങ്ങനെ റോബിൻ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ലെവലിലേക്ക് ബിഗ് ബോസിൽ നിന്ന് മാറി, ഒരു വല്ലാത്തൊരു പ്രൊവോക്കിംഗ് സ്റ്റൈലിലേക്ക് മാറി. പക്ഷെ റിയാസ് അങ്ങനെ ആയിരുന്നില്ല. റിയാസ് അതിനുശേഷം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും വളരെ സ്റ്റൈലിഷ് ആയിട്ട് ആളുടെ കരിയർ കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പോൾ ബിഗ് ബോസിന്റെ അകത്ത്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അനീഷ് എങ്ങനെ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് അറിയപ്പെടാൻ ഉദ്ദേശിക്കുന്നത്? ഏതായാലും പുറത്ത് അനീഷിനെ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാനാണ് ഒന്നാം സ്ഥാനം, ഞാനാണ് ജെനുവിനായിട്ട് കളിക്കുന്നത്, എനിക്കാണ് ഒന്നാം സ്ഥാനം കിട്ടേണ്ടത് എന്ന് ഡിമാൻഡ് ചെയ്ത് ചോദിച്ച് മേടിക്കുകയല്ലാതെ എന്താണ് അനീഷ് അവിടെ ചെയ്യുന്നത് എന്നൊക്കെയാണ് ലാലേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം അനീഷിനോടല്ലാതെ അവിടെ ബിഗ് ബോസിൽ അധികം വേറെ ആണുങ്ങളോടൊന്നും തന്നെ ചോദിച്ചിട്ടില്ല. അപ്പാനിയോട് പിന്നെയും എടുത്തു പറയുന്നു. അപ്പാനിയുടെ ഈ അഗ്രസീവ്നെസ്, ചുമ്മാ എന്തിനാണ് അനീഷിനോട് ഇങ്ങനെ കിടന്ന് സംസാരിക്കാൻ പോകുന്നത്? ഇപ്പോൾ അനുമോള് ജിസേലിനെ ഞാൻ കൊന്നുകളയും, എന്നെ കള്ളിയാക്കിയ ഞാൻ കൊന്നുകളയും എന്ന് ജിസേലിനെ കുറിച്ച് അനുമോള് പറയുന്ന ഒരു സീനുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പാനി അനീഷിനെ കുറിച്ച് എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഈ പറയുന്ന കണക്ക് അപ്പാനി ഇവിടെ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ ആണ്. അതായത് അനീഷിനെ വെറുതെ ടാർഗറ്റ് ചെയ്ത് ഒരു കാര്യവുമില്ലാതെ ബഹളം വെക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പാനി. അപ്പോൾ അത്തരത്തില് മറ്റുള്ളവരൊക്കെ കോർണർ ചെയ്യുമ്പോൾ അനീഷിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഷാനവാസിന് മാത്രമാണ്. ആ ഒരു അപ്രിസിയേഷൻ കൂടി ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ അനീഷിനെ കുറച്ചും കൂടി ഒന്ന് ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ലാലേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും അനീഷാണ് ഈ 2 ആഴ്ച കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമേ ഈ ജിസേലും അനുമോളും അവിടെ വരുന്നുള്ളൂ. പിന്നെ അനുമോള് പോലും അനീഷിനോട് ആ ഒരു സപ്പോർട്ട് കാണിക്കുന്നതിന്റെ കാരണം പറഞ്ഞിരുന്നു. അത് അനീഷിനൊരു ഒരു പ്ലസ് പോയിന്റ് ആണ്. അതായത്
താനും അപ്പാനിച്ചേട്ടനും കാരണമാണ് അനീഷിന് ഈ പറയുന്ന മിഡ് വീക്ക് എവിക്ഷനിൽ ഇത്രയും ലോ സ്കോർ കിട്ടിയത്, കുറഞ്ഞ ഒരു മാർക്ക് കിട്ടിയത്. അതിന് താൻ കാരണമല്ല എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യുകയാണ് അനുമോള്. ശരിക്കും എനിക്ക് തോന്നുന്നത് അനിമോള് കരച്ചിൽ സ്ട്രാറ്റജി എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എത്ര കിടന്ന് നിലവിളിച്ച് കരഞ്ഞാലും വെറുതെ കിടന്ന് കരയല്ല, ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് കരയുന്നത്. അതുകൊണ്ട് തന്നെ അനുമോള് ഈ പറയുന്ന അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് പുറത്ത് അനീഷിനൊരു സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന ഇത്രയും പേരും ജിസേലിന് ഒരു സറൗണ്ടിങ് ആയിട്ട് നിൽക്കുന്നു, ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ടായിരിക്കാം മൊണ്ണകൾ എന്നൊരു വാക്ക് അനുമോള് പറഞ്ഞത്. അത് പ്രേക്ഷകർ ഏറ്റുപിടിക്കും എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം. അപ്പോൾ ഏതായാലും അനീഷിന്റെ ഒപ്പം നിന്ന് ആ ഒരു കൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ അനുമോള് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിന് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ലാലേട്ടൻ പറഞ്ഞ അഡ്വൈസ് അനീഷ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലൊക്കെ അനീഷ് ഇവരോട് കുറച്ചുകൂടെ ഹ്യൂമാനിറ്റി കൊടുത്ത് പെരുമാറാൻ സാധ്യതയുണ്ട്. പറഞ്ഞ കാര്യം തന്നെ ഒരുപാട് തവണ പറയാതെ അനീഷ് അനുമോൾ ഇപ്പം തൻ്റെ അടുത്ത് അനുമോളിനൊരു കൂട്ടുണ്ട് എന്ന് മനസ്സിലാക്കി, അതുപോലെ ഷാനവാസ് തന്നോട് ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറയുന്നത് വെച്ചിട്ട് ഇവരോടൊക്കെ കൂട്ടുകൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ശരി, അനീഷും ഷാനവാസും ഒരു നല്ലൊരു കോംബോ ഉണ്ട്. ഈ സീസണിലെ ഏറ്റവും നല്ലൊരു ടോം ആൻഡ് ജെറി കോംബോ എന്ന് പറയുന്നത് അത് അനീഷും ഷാനവാസും തമ്മിലുള്ളതാണ്. അനീഷും അനുമോളും തമ്മിൽ ഇടയ്ക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു ട്രോളുകളൊക്കെ കാണുമ്പോഴാണ് ശരി അനീഷും ഷാനവാസും തമ്മിൽ നല്ലൊരു കോംബോ ഉണ്ട്. അവർ വഴക്കടിക്കുമ്പോഴായാലും, വഴക്കടിക്കുക എന്ന് പറയുന്നൊരു തെറ്റൊന്നുമല്ല. അതിപ്പോൾ അനുമോളും ജിസേലും വഴക്കടിച്ചാലും തെറ്റല്ല, അവർ ഫൈറ്റ് ചെയ്യട്ടെ. പക്ഷേ ഒരാളെയും വെറുതെ വലിച്ചു കീറി ചീത്ത വിളിക്കരുത്. അതിപ്പോൾ ജിസേലിനെ ആണെങ്കിലും വിളിക്കരുത്. ജിസേൽ ചെയ്ത തെറ്റുകൾ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യുക, അനീഷ് പറയുന്നതിന് കുറ്റങ്ങൾ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഏതായാലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്, ബിഗ് ബോസിന് പറ്റിയ ഒരു വിൻ ചെയ്യാൻ പറ്റിയ കാലിബർ ഉള്ള ഒരു വ്യക്തിയാണ് അനീഷ് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അനീഷ് ഇനിയും നന്നായിട്ട് തന്നെ കളിക്കട്ടെ, നന്നായിട്ട് നല്ലൊരു പ്ലെയർ ആകട്ടെ. കാരണം വെച്ചാൽ അതിനുള്ള കാലിബറും ഉണ്ട്. മത്സരത്തിൽ പങ്കെടുക്കുന്നതായിക്കോട്ടെ, തൻ്റെ ഇടത്തിലായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ജോലികളാണെങ്കിലും ചെയ്യുന്നതിലായിക്കോട്ടെ എല്ലാം അനീഷ് നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അനീഷിനെ കുറിച്ച് എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പോയേച്ചും വരാം. ബൈ.